അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിന്ന് പഠിക്കാനുള്ള പാഠം ബഹുമാനപ്പെട്ട അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ എന്നവരുടെ ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ലപ്പ് ആത്തി ഹെ ദുആ ബൻ കെ തമന്നാ മേരി എന്ന് പ്രശസ്തമായിട്ടുള്ള ഈ ദുആ, ബച്ചേ കി ദുആ എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇതിൻ്റെ ആദ്യത്തെ വരി കൊണ്ടാണ് ഇത് പ്രശസ്തമായത്. ഏതായാലും ഈ ഒരു കവിത പല സ്ഥലങ്ങളിലും പഠനം തുടങ്ങുന്നതിൻ്റെ മുമ്പെല്ലാം പാടുന്ന ഒരു ദുആ കൂടിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ രീതി മറ്റുള്ള ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഏതായാലും നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് ആദ്യം ആലോചിച്ച് നോക്കാം. ലപ്പെ ആത്തി ഹെ ദുആ ബൻ കെ തമന്നാ മേരി. ലപ്പെ ആത്തി ഹെ, ലബ് എന്ന് പറഞ്ഞാൽ ചുണ്ട്, ചുണ്ടിൽ വരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്കുള്ള അർത്ഥങ്ങൾ പറയുന്നതിനനുസരിച്ച് ഇതിലിങ്ങനെ മുകളിലേക്ക് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ലബ് എന്ന് പറഞ്ഞാൽ ചുണ്ട്, ലപ്പ് ആത്തി ഹെ ചുണ്ടിൽ വരുന്നു, ദുആ ബൻ കെ ദുആ ഉണ്ടായിട്ട്, തമന്ന മേരി എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ ഒരു പ്രത്യേക അർത്ഥം നമുക്കതിന് കിട്ടൂല. അപ്പം ഇതിനാണ് പദ്യരൂപം എന്ന് പറയാം. എന്നാൽ നമ്മൾ ഗദ്യരൂപത്തിൽ, അതായത് സാധാ പറയുന്ന രൂപത്തിൽ പറയുമ്പോൾ ഇതിൻ്റെ ഓർഡറാണ് ഇവിടെ 1, 2, 3, 4 അങ്ങനെയൊക്കെ നമ്പർ ഇട്ടത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. അപ്പോൾ ആ രീതിയിലും കൂടി നമ്മളത് ചെയ്യണം, ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് പഠിക്കണം. ഓക്കെ. അപ്പോൾ ലപ്പ് ആത്തിഹ എന്നുള്ളതിൻ്റെ പകരം നമ്മൾ ആദ്യം മേരി എൻ്റെ ലപ്പെ ചുണ്ടിൽ, ദുആ ബൻ കെ തമന്ന ദുആ ഉണ്ടായിട്ടുള്ള ആഗ്രഹം, ആത്തിഹെ വരുന്നു. അപ്പം എൻ്റെ ചുണ്ടിൽ ദുആ വരുന്നു എന്ന് സാരം. ഓക്കെ. ഇനി ജിന്ദഗി ശംഇ സൂറത്ത് ഹോ ഹുദായ മേരി, തമന്ന എന്ന് പറഞ്ഞ ആഗ്രഹം കേട്ടോ. ഇനി ജിന്ദഗി ജീവിതം, ശംഇ സൂറത്ത് ഹോ ഹുദായ മേരി, ഷം എന്ന് പറഞ്ഞാൽ മെഴുകുതിരി. ഓക്കെ. മെഴുകുതിരിയുടെ രൂപത്തിൽ ഹോ ആകണം, ഹുദായ മേരി എൻ്റെ എൻ്റെ പഠിച്ചോനെ, എൻ്റെ ദൈവമേ എന്നുള്ള അർത്ഥം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെ? യാ ഹുദാ, എൻ്റെ പഠിച്ചോനെ, മേരി ജിന്ദഗി ശംഇ സൂറത്ത് ഹോ, എൻ്റെ ജീവിതം മെഴുകുതിരിയുടെ രൂപത്തിലാകണം. അപ്പം എന്താ മെഴുകുതിരിയുടെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം, മെഴുകുതിരി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കാൻ വേണ്ടി സ്വയം ഉരുകിത്തീരുന്നതാണെന്ന്. അതോടുകൂടാതെ എന്ത് ചെയ്യുന്നു? ഇരുട്ടിലെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളത്. അതാണ് ഈ അടുത്ത വരിയിൽ പറയുന്നത്. ദൂർ ദുന്യാക മേരി ദംസെ അന്ധേരാ ഹോ ജായേ, മെരേ ദംസെ, അതാണ് എൻ്റെ ഓർഡർ. മെരേ ദംസെ, ഞാൻ കാരണത്താൽ, അന്ധേരാ ഹോ ജായേ, ഇരുട്ടായിട്ട്, മെരേ ദംസെ എൻ്റെ കാരണത്താൽ, ദുന്യാവിൻ്റെ, അന്ധേര ഇരുട്ട്, ദൂർ ഹോ ജായേ ദൂരെയാകണം. ദം എന്ന് പറഞ്ഞാൽ കാരണം, അതുപോലെ തന്നെ ദൂർ എന്ന് പറഞ്ഞാൽ ദൂരെയാകണം എന്നർത്ഥം. അപ്പോൾ എൻ്റെ കാരണത്താൽ ദുന്യാവിലുള്ള ഇരുട്ട് ദൂരെയാകണം. അതുപോലെ തന്നെ ഹർ ജഗ, എൻ്റെ എല്ലാ സ്ഥലവും, മേരെ എൻ്റെ, ചമക്കിനേസെ ചമക്കന എന്നാൽ പ്രകാശിക്കുക, പ്രകാശിക്കുന്നതിൽ നിന്ന്, ഉജാല ഹോ ജായേ, ഉജാല എന്ന് പറഞ്ഞാൽ പ്രകാശം തന്നെയാണ്. അപ്പോൾ എല്ലാ സ്ഥലവും എൻ്റെ തിളക്കത്തിനാൽ എന്താകണം? പ്രകാശ ഭൂരിതമാകണം എന്നർത്ഥം. അപ്പൊ അതിന്റെ ഓർഡർ മേരെ ചമക്കിനേസെ, എൻ്റെ തിളക്കത്തിൽ നിന്ന്, ഹർ ജഗ എൻ്റെ തിളക്കം കാരണം, ഹർ ജഗ എല്ലാ സ്ഥലവും, ഉജാല ഹോ ജായേ പ്രകാശപൂരിതമാകണം എന്നർത്ഥം. അപ്പോൾ അതൊക്കെ ദുആണ്, പഠിച്ചവൻ അങ്ങനെയൊക്കെ ആകണം എന്ന്. ഇനി അടുത്തൊരു ദുആണ് എന്ത്? ജിന്ദഗി ഹോ മേരി പർവാൻ കി സൂറത്ത് യാ റബ്ബ്, ജിന്ദഗി ഹോ ജീവിതമാകണം, മേരി എൻ്റെ ജീവിതമാകണം, പർവാനേക്ക്, പർവാന എന്ന് പറഞ്ഞാൽ ഇയ്യാംപാറ്റയുടെ, പർവാന എന്ന് പറഞ്ഞാൽ ഇയ്യാംപാറ്റയുടെ സൂറത്ത് രൂപത്തിൽ ആകണം യാ റബ്ബിൻ്റെ പഠിച്ചോനെ. അപ്പം എൻ്റെ പഠിച്ചോനെ, എൻ്റെ ജീവിതം ഇയ്യാംപാറ്റയുടെ രൂപത്തിലാണെന്ന് പറഞ്ഞാൽ, ഇയ്യാംപാറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ജീവിതത്തിന്റെ തുടക്കം മുതൽ, ആകെ 5 മിനിറ്റാണ് അതിന്റെ ജീവിതം എന്നുണ്ടെങ്കിൽ, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അത് പ്രകാശത്തിന്റെ ചുറ്റും ജീവിക്കുകയാണ് ചെയ്യാറ്. എവിടെ പ്രകാശമുണ്ട് അവിടേക്ക് പറന്നെത്തും. അതിന്റെ ആ ഒരു സമയത്തിനുള്ളിൽ അത് പ്രകാശത്തിനെ
ചുറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ അപ്പൊ ഇവിടെ പ്രകാശം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവാണ്. ആ അറിവിന്റെ ചുറ്റും ജീവിതം മുഴുവൻ എന്നെ ചെലവഴിപ്പിക്കണമെന്നാണ് പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൽമ് കി ശംഇ സെ, ഇൽമിന്റെ മെഴുകുതിരിയോട് ഹോ മുജ്കോ മുഹബ്ബത്ത് യാ റബ്ബ്, എനിക്ക് സ്നേഹമാകണം യാ റബ്ബ് എൻ്റെ പടച്ചോനെ. അപ്പൊ എൻ്റെ ഓർഡർ എങ്ങനെ? യാ റബ്ബ് എൻ്റെ പടച്ചോനെ, എനിക്ക് മുജുക്കോ എനിക്ക്, രണ്ടാമത്തത് ഇൽമിക്ക് അറിവിന്റെ ശംഇസെ മെഴുകുതിരിയോട് മുഹബ്ബത്ത് ഹോ, ഇവിടത്തിൽ നമ്പറിൽ ചെറിയൊരു തെറ്റുണ്ട്. ഇവിടെ എങ്ങനെ വായിക്കേണ്ടത്? യാ റബ്ബെ എൻ്റെ റബ്ബെ മെരി മുജുക്കോ എനിക്ക്, യാ റബ്ബ് മുജുക്കോ എനിക്ക്, ഇൽമിക്ക് ശംഇസെ ഇൽമിന്റെ മെഴുകുതിരിയോട് മുഹബ്ബത്ത് ഹോ ഇഷ്ടമാകണം പടച്ചോനെ, എനിക്ക് അങ്ങനോട് നല്ല ഇഷ്ടമാകണം എന്നർത്ഥം. ഇനി അടുത്തത് ഹോ മേരാ കാം ഗരീബോं की हिमायत करना, ഹോ ആകണം, മേരാ കാം എൻ്റെ ആകട്ടെ എന്നർത്ഥം. മേരാ കാം എൻ്റെ ജീവിതം, മേരാ എന്ന് പറഞ്ഞാൽ ഇവിടെ കളയപ്പെട്ടത് മേരാ എന്നർത്ഥം. എൻ്റെ ജോലി ഗരീബോं की പാവങ്ങളെ, ഹിമായത്ത് കർണ സംരക്ഷിക്കലാകണം എന്നർത്ഥം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഓർഡർ മെരാ ഗരീബോं की ഹിമായത്ത് കർണ പാവങ്ങളെ സംരക്ഷിക്കൽ, മെരാ കാമു ഹോ എൻ്റെ, അല്ലെങ്കിൽ ഹോ മെരാ കാം എൻ്റെ ജോലിയാകട്ടെ എന്നർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ ദർദ്മന്ദോൻസ്, ദർദ്മന്ദ് പറഞ്ഞാൽ വേദനിക്കുന്നവര്, അതേമാതിരി തന്നെ സൊഈഫോൻസ് ബലഹീനര്, അവരോടൊക്കെ മുഹബ്ബത്ത് കർണ, അവരോടൊക്കെ സ്നേഹം വെക്കല്, അതൊക്കെ ആകട്ടെ എൻ്റെ ജോലി. ഹുമേരാ കാമി എൻ്റെ ജോലിയാകട്ടെ. എന്തൊക്കെ? ഗരീബോं की हिमायत करना, അതേമാതിരി തന്നെ ദർദ്മന്ദോൻസ് സൊഈഫോൻസ് മുഹബ്ബത്ത് കർണ, ഇതൊക്കെ ആകട്ടെ എൻ്റെ ജോലി. മേരെ അല്ല എൻ്റെ പടച്ചോനെ, ബുരായിസെ തെറ്റിൽ നിന്ന്, ബുരായി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, തിന്മയിൽ നിന്ന് അല്ലെ, തിന്മയിൽ നിന്ന് ബച്ചാന മുജുക്കോ എന്നെ രക്ഷിക്കണം പടച്ചോനെ. മേരെ അല്ല ബുരായിസെ തിന്മയിൽ നിന്ന്, ബച്ചാന മുജുക്കോ, ബച്ചാന എന്ന് പറഞ്ഞാൽ രക്ഷിക്കണേ പടച്ചോനെ. അതുപോലെ തന്നെ അപ്പോൾ അതിന്റെ ഓർഡർ മേരെ അല്ല എൻ്റെ പടച്ചോനെ, ബച്ചാന മുജുക്കോ ബുരായിസെ, ഇത് നേരെ പറഞ്ഞാലും അതിന്റെ ഓർഡർ തന്നെയാണ് കേട്ടോ. ഇനി നേക്ക് ജോ രാഹ് ഹോ ഉസ് രഹ് പെ ചലാന മുജുക്കോ, ഏതാണോ നല്ല വഴി ആ ഒരു നല്ല വഴിയിൽ എന്നെ നടത്തിപ്പിക്കണേ. നേക്ക് നന്മ, ജോ രാഹ് ഏത് വഴിയാണോ, രാഹ് എന്ന് പറഞ്ഞാലും രഹ് എന്ന് പറഞ്ഞാലും ആ വഴി എന്നർത്ഥം. ആ വഴിയിലാണോ, ഉസ് രഹ് പെ ആ വഴിയുടെ മേൽ, പേ എന്ന് പറഞ്ഞാൽ പെർ മേൽ, ചലാന മുജുക്കോ എന്നെ നടത്തണേ പടച്ചോനെ. അപ്പോൾ ഇതാണ് ആ കവിതയുടെ അർത്ഥം. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ലിങ്കൊക്കെ കണ്ടിട്ട് ഉഷാറായിട്ട് പാടണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.